ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. ക്രിസ്തുവിനെ അറിയുക എന്നുള്ള ഒരു തീമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായമാണ് നമ്മുടെ പഠന വിഷയം. അവനെ അറിയുക എന്ന് വച്ചാൽ അനുദിനം ക്രിസ്തുവുമായുള്ള അടുത്ത ബന്ധത്തിൽ അവനെ പരിചയപ്പെടുക, മനസ്സിലാക്കുക എന്നതാണ് പൗലോസിൻ്റെ താല്പര്യം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അപ്പോസ്തലൻ താൻ തന്നെ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ ജീവൻ തന്നിൽ വസിക്കുന്നു, തന്നിലൂടെ ക്രിസ്തു ജീവിക്കുന്നു എന്ന് തനിക്ക് നിസ്സംശയം വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞു. 1, യേശുവിനെ അറിയുക. 2, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അറിയുക. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ശക്തിയെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് ഇപ്രകാരമാണ്: പ്രപഞ്ചം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ശക്തിയുടെ പ്രദർശനം ഏതാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ ഉയർപ്പായിരുന്നു. ക്രിസ്തുവിൻ്റെ ശരീരം ഉയർക്കാതിരിപ്പാൻ എല്ലാ അന്ധകാര ശക്തികളും എല്ലാ പൈശാചിക അധികാരങ്ങളും കൂടി ആ കല്ലറയിന്മേൽ പൊരുന്നിരിക്കുകയായിരുന്നു. അവിടെ മതവും രാഷ്ട്രീയവും പൈശാചികത്വവും എല്ലാം ഒന്നിച്ച് അണിനിരുന്ന് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തടയാൻ ആവോളം കല്ലറ ഉറപ്പാക്കി. എന്നാൽ അവർക്ക് തെറ്റിപ്പോയി. അവിടെ കാവൽക്കാരുണ്ട്. സൈന്യത്തിന് ഒരു നിര തന്നെ രാത്രി പകൽ വ്യത്യാസമന്യേ സായുധരായി അവിടെ കാവൽ നിൽക്കുക. എന്നാൽ ഈ കല്ലറക്കുള്ളിൽ കിടക്കുന്നത് സൈന്യങ്ങളുടെ അധിപതിയാണ്. ഒരു വലിയ കല്ല് അവിടെ ഉരുട്ടി വെച്ചിരിക്കുന്നു. പക്ഷേ ഈ കല്ലറയിൽ കിടക്കുന്നത് ആരാന്നറിയാമോ? യുഗങ്ങളുടെ പാറയായവൻ, പുരാതനമായ പാറയായവൻ. ഇനിയും അവർ ഉരുട്ടി വെച്ചിരിക്കുന്ന പാറയുടെ പുറത്തുള്ള മുദ്ര റോമൻ കൈസറുടെ മുഖഛായയുള്ള ഇമ്പീരിയൽ ഇമേജ്. പക്ഷേ ഈ കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്നവൻ തത്വത്തിന്റെ മുദ്ര, പിതാവിന്റെ ഛായയിൽ ഈ ഭൂമിയിൽ വന്നവനാണ്. പൈശാചിക സ്വാധീനങ്ങൾ, ശക്തി കേന്ദ്രങ്ങൾ, അതിന്റെ കർത്തൃത്വങ്ങൾ എത്രമാത്രം ഉയർപ്പിനെ തടയുവാൻ ശ്രമിച്ചാലും 3-ാം ദിവസം യേശു കല്ലറ പൊളിച്ചു, മരണഭാഷകളെ അടിച്ചു. പാതാള ശക്തികൾ യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായി തീർന്നു. അവന്റെ ശരീരം ദ്രവത്വം കണ്ടില്ല. കല്ലറയ്ക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. മരണത്തിന് അവനെ കീഴ്പ്പെടുത്തി വെക്കുവാൻ കഴിഞ്ഞില്ല. അവിടെ സംഭവിച്ചത് മരണത്തെ തോൽപ്പിച്ച മരണമായിരുന്നു. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് പറയാൻ തക്കോണം ആ കല്ലറ എന്നേക്കുമായി മരണത്തിന്റെ അന്ത്യമായി. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. യേശു മരിച്ചുവെന്ന് ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റു. പ്രിയമുള്ളവരെ, റോമാലേഖനം 8:11 ഇങ്ങനെ പറയുന്നു: യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ്. എഫെസ്യ ലേഖനം 1:19 വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: അങ്ങനെ അത് ക്രിസ്തുവിലും വ്യാപരിച്ചു. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അവിടെ നാം വായിക്കുന്നത് അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പം ക്രിസ്തുവിലും വ്യാപരിച്ചു. ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയുവാനാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. ഇതാണ് പൗലോസിന്റെ ഒരു അടങ്ങാത്ത വാഞ്ച. യേശുവിനെ അറിയണം, പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം. അതുമാത്രമല്ല, ഇനി അതിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയണം. പ്രിയമുള്ളവരെ, യേശു അനുഭവിച്ച കഷ്ടാനുഭവങ്ങളാണ് തന്നെ മരണത്തിലേക്ക് എത്തിച്ചത്. ആദ്യം ക്രിസ്തു കഷ്ടം അനുഭവിക്കണം, പിന്നെയാണ് മഹത്വം. നാം കഷ്ടം അനുഭവിച്ചാൽ അത്രേ തേജസ്കരിക്കപ്പെടുന്നുള്ളൂ. ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ നാം പ്രശംസിക്കണമെങ്കിൽ റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന പോലെ അവിടെ കഷ്ടങ്ങളിൽ തുടങ്ങി സഹിഷ്ണുതയിലെത്തി അത് പ്രത്യാശ ഉളവാക്കുന്നു. എല്ലാവർക്കും പുനരുത്ഥാനത്തിന്റെ ശക്തി ഇഷ്ടമാണ്. റിസറക്ഷൻ പവർ നാം ഇഷ്ടപ്പെടുന്നു. പാപത്തെയും മരണത്തെയും പൈശാചിക അധികാരങ്ങളെയും ലൂസിഫറിന്റെ ശക്തിയെ പരാജയപ്പെടുത്തിയ ഉയർപ്പിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. സകല പാപശാപ ബന്ധനങ്ങളെയും തകർത്ത ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി. പക്ഷേ മരണമുള്ളിടത്താണ് ഉയർപ്പുള്ളത്. മരിക്കാതെ ഉയർത്തെഴുന്നേൽപ്പില്ല. യേശുവിന് മരിക്കണമായിരുന്നെങ്കിൽ താൻ കഷ്ടങ്ങൾ കൂടി കടന്നുപോയി. അത് തന്നെ ക്രൂശ് മരണത്തിലേക്ക് എത്തിച്ചു. അതിന്റെ ഓർഡർ അല്ലെങ്കിൽ അതിന്റെ നിര ഇതാണ്: താൻ അനുഭവിച്ച കഷ്ടതകൾ, ക്രൂശ്, മരണം, അടക്കം, അതിനുശേഷമാണ് ഉയർത്തെഴുന്നേൽപ്പ്. അവിടെ മാത്രമാണ് നാം പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അനുഭവിക്കുന്നത്. പൗലോസ് ഇങ്ങനെ അവസാനിപ്പിക്കുന്നു: കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും തനിക്ക് അനുഭവിച്ചറിയണം. ക്രിസ്തുവിന് വേണ്ടി കഷ്ടങ്ങൾ സഹിക്കുവാൻ ദൈവശക്തി അനിവാര്യമാണ്. അതുകൊണ്ടാണ് അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയ്ക്ക് മുമ്പായി പുനരുത്ഥാനത്തിന്റെ ശക്തിയെക്കുറിച്ച് പൗലോസ് പ്രസ്താവിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലും കഷ്ടതകൾ മഹത്വത്തിന് മുന്നോടിയായി കാണപ്പെട്ടു. പൗലോസിന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു. പൗലോസിന്റെ കഷ്ടതകളൊന്നും പാപപരിഹാരത്തിന് വേണ്ടിയുള്ള പദ്ധതികളാണെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പ്രത്യേക ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായതൊക്കെ താൻ ഏറ്റെടുത്തത് സഭയുടെ വളർച്ചയ്ക്കാണ്, ഒരു തേജസ്കരിക്കപ്പെട്ട സഭയുടെ വെളിപ്പെടുത്തലിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, യേശുവിനെ അറിയുവാൻ വേണ്ടിയുള്ള പൗലോസിന്റെ ഒരു അടങ്ങാത്ത അഭിനിവേശം, താല്പര്യം, വ്യഗ്രത, ആ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാൻ, ആ അനുഭവം തൻ്റെ ജീവിതത്തെ
മാറ്റിമറിച്ചു, രൂപാന്തരപ്പെടുത്തി. പ്രിയമുള്ളവരെ, നാം ഏത് ദിവസം പഠിച്ചാൽ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ അപ്പോസ്തലന്റെ വന്നു, ഏറ്റവും കൂടുതൽ മിഷണറി യാത്രകൾ പൗലോസ് ചെയ്തു, ഏറ്റവും കൂടുതൽ സഭകൾ സ്ഥാപിച്ചു. തനിക്ക് ശേഷം ഒരു രണ്ടാം നിര ലീഡർഷിപ്പിനെ താൻ വളർത്തിയെടുത്തു. അവിടെ തീമോഥെയോസും തീത്തോസും എപ്പഫ്രാസും, അങ്ങനെ ഒരു നല്ല രണ്ടാം നിര താൻ വിശ്വാസത്തിൽ ജനിപ്പിച്ച അടുത്ത തലമുറ, തൻ്റെ സുവിശേഷത്തിന്റെ ദൗത്യം ഏറ്റുവാങ്ങിയ പുതിയ തലമുറ, തന്നെപ്പോലുള്ള മറ്റ് അപ്പോസ്തലന്മാരെ വളർത്തിയെടുക്കുവാൻ തനിക്ക് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ, ഏറ്റവും കൂടുതൽ സഭകൾ, ഏറ്റവും കൂടുതൽ അധ്വാനം 3 ഭൂഖണ്ഡങ്ങളിലും സുവിശേഷം കൊണ്ടെത്തിച്ചു. സുവിശേഷം കൊണ്ട് റോമ പട്ടണത്തെ നിറച്ചു, എഫെസോസിനെ കീഴടക്കി, കൊരിന്തി പട്ടണത്തെ ഇളക്കി മറിച്ചു, അഥേനയിൽ സുവിശേഷത്തിന് വെന്നിക്കൊടി പാറിച്ചു. ഏഷ്യ മൈനർ മുഴുവനും താൻ സുവിശേഷത്തിന് തേരോട്ടം നടത്തി. കേവലം 3 പതിറ്റാണ്ടുകൾ മാത്രം നിലനിന്ന സുവിശേഷത്തിന്റെ ജൈത്രയാത്രയിൽ താൻ ക്രിസ്തുവിന് വേണ്ടി മുഴു ലോകത്തെ നേടുവാൻ തനിക്ക് കഴിഞ്ഞു. ഇത് കർത്താവുമായിട്ടുള്ള തന്റെ ആത്മബന്ധമാണ്, വേർപിരിക്കാൻ കഴിയാത്ത ഒരു ജീവൽ ബന്ധം. നമുക്കിങ്ങനെ അവസാനിപ്പിക്കാം. പൗലോസിലൂടെ യേശു വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് പൗലോസിന്റെ സ്ഥാനത്ത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ കർത്താവ് പ്രവർത്തിക്കുന്നതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നതോ നിങ്ങളുടെ പ്രോഗ്രാമോ നിങ്ങളുടെ കാര്യപരിപാടിയോ നിങ്ങളുടെ മാസ്റ്റർ പ്ലാനോ നിങ്ങളുടെ കാൽക്കുലേഷനോ നിങ്ങളുടെ ഡിനോമിനേഷനോ നിങ്ങളുടെ അജണ്ടയോ നിങ്ങളുടെ പ്രോജക്റ്റോ അല്ല ശുശ്രൂഷ. നിങ്ങളിലൂടെ കർത്താവ് വെളിപ്പെടുക, നിങ്ങളുടെ കർത്താവ് ജീവിക്കുക, നിങ്ങളുടെ ക്രിസ്തുവിനെ മറ്റുള്ളവർ അറിയുക. മറ്റുള്ളവർ ക്രിസ്തുവിനെ നിങ്ങളോടെ കാണണമെങ്കിൽ നിങ്ങളിൽ ക്രിസ്തു വെളിപ്പെടണം. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു മേഖലകളിലും അവന് നിങ്ങളിൽ വെളിപ്പെടുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഈ പഠനം നമുക്ക് അതിനുവേണ്ടി സഹായകരമായി തീരട്ടെ. തടവറയ്ക്കോ ചമ്മട്ടിക്കോ ചാട്ടവാറിനോ വാളിനോ മരണത്തിനോ നഗ്നതയ്ക്കോ പീഡനങ്ങൾക്കോ എതിർപ്പുകൾക്കോ ഒന്നും പൗലോസിനെ തളർത്തുവാൻ കഴിഞ്ഞില്ല. താൻ ജയിലിലാണെങ്കിൽ സ്ഥാപിച്ച സഭകൾക്ക് വേണ്ടി ലേഖനങ്ങൾ എഴുതും. തടവറയിൽ കിടന്നുകൊണ്ട് പ്രാദേശിക സഭകൾക്ക് വേണ്ടി താൻ സ്ഥാപിച്ച പ്രാദേശിക കൂടിവരവുകൾക്ക് വേണ്ടി എഴുത്തുകൾ എഴുതും. ജയിലിൽ നിന്ന് പുറത്തു പോയാൽ സഭകളില്ലാത്ത സ്ഥലത്ത് പോയി സഭകൾ സ്ഥാപിക്കും. ഇതായിരുന്നു തന്റെ പ്രവർത്തന പദ്ധതി. ഇനി എനിക്ക് സുവിശേഷം പറയുവാൻ ഇവിടെ ഒരു ദിക്കും അവശേഷിക്കുന്നില്ല. നമുക്കും ആ മാതൃക പിൻപറ്റുവാൻ ഏവർക്കും കർത്താവ് വീണ്ടും കൃപ നൽകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.